8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ദി ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ് എന്ന് പറയുന്ന പാഠഭാഗത്തെ ആക്ടിവിറ്റീസിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു വീഡിയോ ആക്ടിവിറ്റീസിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. ആക്ടിവിറ്റി 1, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ഐ ആം മലാല ആൻഡ് നോട്ട് ദ ഹൈലൈറ്റഡ് വേർഡ്സ്. എന്താ മലാലയുടെ ആ സ്റ്റോറിയിലുള്ള ഒരു സെൻറ്റൻസ് തന്നിട്ടില്ലേ, ദെൻ അതിൽ ഹൈലൈറ്റ് ചെയ്ത വേർഡ്സ് നോക്കാനാണ് പറയുന്നത്. മൈ മൈൻഡ് ട്രാൻസ്പോർട്ട്സ് മീ ബാക്ക് ടു മൈ സ്കൂൾ ആൻഡ് ദർ ഐ ആം റീയുണൈറ്റഡ് വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്. എന്താ പറയുന്നത്? എൻ്റെ മൈൻഡ് എവിടേക്ക്? എന്നെ എൻ്റെ പഴയ സ്കൂളിലേക്ക് കൊണ്ടുപോയി. ആൻഡ് അവിടെ ഞാൻ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് വീണ്ടും കൂടിച്ചേർന്നു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ്? ടു, അതുപോലെ വിത്ത് അല്ലേ. ദെൻ വിച്ച് വേർഡ് ഇൻ ദ സെൻറ്റൻസ് എബോ ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഈ സെൻറ്റൻസിൽ ഏത് വേർഡാണ് ഡയറക്ഷനെ കാണിക്കാനായിട്ട് അല്ലേ, അല്ലെങ്കിൽ ഒരു ദിശ അല്ലെങ്കിൽ ഒരു സ്ഥാനം, നമ്മൾ അവിടേക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയില്ലേ, അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള വേർഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡയറക്ഷൻ കാണിക്കാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഏതാ? ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഏതോ ഒരു വേർഡാണ്. അപ്പോൾ ടു ആണോ വിത്ത് ആണോ വരുന്നത്? യെസ്, ടു ആണ് വരുന്നത്. ബാക്ക് ടു മൈ സ്കൂൾ എന്ന് വെച്ചാൽ എൻ്റെ സ്കൂളിലേക്ക് എന്നുള്ള മീനിങ് ആണ് ഇവിടെ ടൂന് വരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ക്യാൻ യു പിക്ക് ഔട്ട് ദ വേർഡ് വിച്ച് ഡെനോട്ട്സ് അസോസിയേഷൻ ഓർ കമ്പാനിയൻഷിപ്പ്. കമ്പാനിയൻഷിപ്പിനെ ഒരു കൂട്ടുകെട്ടിനെ അല്ലെങ്കിൽ സൗഹൃദത്തെയൊക്കെ കാണിക്കാനായിട്ട് നമ്മൾ സൂചിപ്പിക്കാനായിട്ട് യൂസ് ചെയ്ത വേർഡ് ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതേതാ വരുന്നത്? യെസ്, വിത്ത് ആണ് അല്ലേ. നമ്മളെന്താ ഇവിടെ വിത്ത് മൈ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കമ്പാനിയൻഷിപ്പ് കാണിക്കാനാണ് ഇവിടെ വിത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ടു അതുപോലെ വിത്ത് ഈ രണ്ട് വേർഡ്സും എന്താണ്? പ്രിപ്പോസിഷൻസ് എന്ന് നമ്മൾ ഇങ്ങനെയുള്ള വേർഡ്സിനെ പറയാം. ഇവിടെ താഴെ തന്നിട്ടുണ്ട് വേർഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ബിഫോർ എ നൗൺ ഓർ എ പ്രൊനൗൺ കണക്റ്റിംഗ് ഇറ്റ് ടു അനദർ വേർഡ് ആർ പ്രിപ്പോസിഷൻ. ഒരു നൗണിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊനൗണിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഈ പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രിപ്പോസിഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാ? ഒരു വേർഡിനെ മറ്റു വേർഡ്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ടു അതുപോലെ വിത്ത് ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് എന്തിനാ? ആ വാക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. പ്രിപ്പോസിഷൻസ് ഒരുപാടുണ്ട് അല്ലേ. ഇന്ന്, ഓണ്, അറ്റ്, ബിഫോർ, അണ്ടർ, ഓവർ, എബോ, ഇൻ ടു, ത്രൂ, അക്രോസ്, ഫ്രം, ഓഫ്, ആസ്, അങ്ങനെ ഒരുപാട് വേർഡ്സ് ഉണ്ട്. ദെൻ ഇവിടെ ആക്ടിവിറ്റീസ് വരുന്നുണ്ട് ഇത് ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നോട്ട് ദ പൊസിഷൻ ഓഫ് ദി കാറ്റ് ഇൻ ഈച്ച് പിക്ചർ and fill in the blanks choosing the appropriate prepositions from the box below. One has been done for you. ഇവിടെ താഴെ കണ്ടല്ലോ ഒരുപാട് പിക്ചേഴ്സ് വന്നിട്ടുണ്ട് അല്ലേ. ആ പിക്ചേഴ്സിൽ ആ കാറ്റ് എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥാനം നോക്കിയിട്ട് അതിന് മാച്ച് ആയിട്ടുള്ള പ്രിപ്പോസിഷൻ നിങ്ങളോട് അവിടെ എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണെന്ന് താഴെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്താ? ആ ബോക്സിൻ്റെ അടുത്താണ്, അരികിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അതിന് എന്ത് പറയും? ബിസൈഡ് എന്നാ പറയാം. ദെൻ സെക്കൻഡ് തന്നിരിക്കുന്നത് എന്താ? രണ്ട് ബോക്സിൻ്റെ ഇടയിലായിട്ടായിരിക്കുന്നത്, അതിന് നമ്മൾ എന്താ പറയാം? ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷൻ അവിടെ യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ആ ബോക്സിൻ്റെ ഉള്ളിലാണ് അല്ലേ. ഇവിടെ നമുക്ക് ഇനി യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ബോക്സിൻ്റെ ഫ്രണ്ടിലാണ്, അപ്പോൾ നമുക്ക് ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് എഴുതാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ആ ബോക്സിൻ്റെ കുറച്ച് അടുത്തായിട്ടിരിക്കുകയാണ് അല്ലേ, അപ്പോൾ അതിന് നമുക്ക് നിയർ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ബോക്സിൻ്റെ താഴെയാണ്, അപ്പോൾ നമ്മൾ അണ്ടർ യൂസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ബോക്സിൻ്റെ മുകളിലാണ്, അപ്പോൾ ഓൺ യൂസ് ചെയ്യും. ദെൻ ബോക്സിൻ്റെ മുകളിലൂടെ ചാടുകയാണ് അല്ലേ, അപ്പോൾ അവിടെ നമുക്ക് ഓവർ എന്നാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് നൗ ഷോൾ വി പിക്ക് ഔട്ട് ദ പ്രിപ്പോസിഷൻസ് ഇൻ ദി പ്രൊഫൈൽ ബിലോ. ഇവിടെ താഴെ ഒരു പ്രൊഫൈൽ വന്നിട്ടുണ്ട്, അതിൽ വരുന്ന പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു പ്രൊഫൈലാണ് തന്നിട്ടുള്ളത്, അപ്പോൾ വായിച്ചു നോക്കാം. ദെൻ ഇതിൽ വരുന്ന പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണെന്ന് എടുത്തെഴുതുക. അപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതൊക്കെയാണ് പ്രിപ്പോസിഷൻസ് വരെ അല്ലേ. അപ്പോൾ നോക്കാം. രവീന്ദ്രനാഥ് ടാഗോർ വാസ് എ ഫേമസ് ഇന്ത്യൻ പോയറ്റ്, പ്ലേ റൈറ്റർ, പെയിൻറ്റർ ആൻഡ് എ സോഷ്യൽ റിഫോമർ. ഹി വാസ് ബോൺ ഓൺ 7 May 1861 ഇൻ കൊൽക്കത്ത. ഇവിടെ ഏതൊക്കെയാ? ഓൺ, ഇൻ, ഇത് രണ്ടും പ്രിപ്പോസിഷനാണ് അല്ലേ. ദെൻ ഹി വൺ ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1913. അപ്പോൾ ഇവിടെ ഏതൊക്കെ വരും? ഫോർ വരും, അതുപോലെ ഇന്നും വരും അല്ലേ. ദെൻ നെക്സ്റ്റ് ടാഗോർ വർക്ക്ഡ് ഹാർഡ് ഫോർ പീസ് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് ഫോർ ദ ഫ്രീഡം ഓഫ് ദി നേഷൻ. ഇവിടെ ഏതൊക്കെയാ വരാം?
ഇവിടെ ഫോർ, ദെൻ വീണ്ടും ഫോർ വരുന്നുണ്ട്, ദെൻ ഓഫ് വരും അല്ലേ. Then he founded a school based on the concept that children should learn freely in nature. ഇവിടെ ഏതൊക്കെയാ വരാം? ഇവിടെ ബേസ്ഡ് ഓൺ എന്നിടത്തുള്ള ഓൺ വരും, ഫ്രീലി ഇൻ, അവിടെ ഇന്ന് വരും അല്ലേ. Then he passed away on 7th August 1941 at the age of 80. ഇവിടെ ഏത് വരും? ഓൺ, അറ്റ്, ഓഫ്, ഇത് മൂന്ന് വരുന്നത് അല്ലേ. ഇതൊക്കെയാണ് ഇതിൽ വരുന്ന പ്രിപ്പോസിഷൻസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഡേറ്റിൻ്റെ അല്ലെങ്കിൽ പ്ലേസിൻ്റെ ഒക്കെ മുന്നേ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഏതാണെന്ന് ഇവിടെ നോക്കണം കേട്ടോ. അപ്പോൾ ഏതാ വരുന്നത്? ഡേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ഓൺ യൂസ് ചെയ്യും, ദെൻ പ്ലേസിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. നെക്സ്റ്റ് വരുന്നത് 3 jars containing prepositions printed on paper strips are pictured below. Fill in the blank strips choosing appropriate phrases from the box. ഇവിടെ 3 ജാറുകൾ തന്നിട്ടുണ്ട് അല്ലേ. ആ 3 ജാറുകളിലും എന്താ പ്രിപ്പോസിഷൻസ് എഴുതിയിട്ടുള്ള എന്താ സ്ട്രിപ്പുകൾ ഇട്ടിട്ടുണ്ട് അല്ലേ. അതിൽ ചിലതൊന്നും ഫില്ല് ചെയ്തിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ഓരോ ജാറിലും എഴുതിയിട്ടുള്ള ഹെഡിങ് നോക്കുക അല്ലേ. ദെൻ അതിന് മാച്ച് ആയിട്ട് വരുന്ന പ്രിപ്പോസിഷൻ വരുന്ന സ്ട്രിപ്പ് ഏതൊക്കെയാണോ എന്ന് ആ താഴെയുള്ള ബോക്സിൽ നിന്ന് കണ്ടുപിടിച്ച് ഇതിലേക്ക് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് വരുന്നത് പ്രിപ്പോസിഷൻ ഓഫ് ടൈം ആണ് അല്ലേ. ടൈമുമായി റിലേറ്റ് ചെയ്ത് വരുന്ന പ്രിപ്പോസിഷൻസ്. അതിൽ ഏതൊക്കെയാണ് തന്നിട്ടില്ലേ? ഇൻ മെയ് തന്നിട്ടുണ്ട്, ഓൺ സൺഡേ, ദെൻ അറ്റ് 6 PM എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ദെൻ വേറെ ഏതൊക്കെ അതിൽ എഴുതാം നമുക്ക്? ഇവിടെ ബൈ 6 PM എഴുതാം, അതുപോലെ ബിഫോർ ദ മീറ്റിംഗ് എന്ന് എഴുതാം അല്ലേ. മീറ്റിങ്ങിന് മുന്നേ, അതെന്താ ഒരു സമയത്തെ കാണിക്കുന്നതാണ്. ദെൻ ഫോർ 5 hours 5 മണിക്കൂറോളം, അതൊക്കെ ടൈമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ജാറിൽ വരുന്നത് പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസ് ആണ്. പ്ലേസുമായിട്ട് സ്ഥലവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? ഇൻ ദി ക്ലാസ് കൊടുത്തിട്ടുണ്ട്, ഓൺ ദി ഫ്ലോർ കൊടുത്തിട്ടുണ്ട്, ബിസൈഡ് ദി ലേക്ക് അല്ലേ. ലേക്ക് എന്ന് വെച്ചാൽ തടാകം, തടാകത്തിനരികെ, ഇതൊക്കെ എന്താ സ്ഥലമാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഏതൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്താം? ഇൻ ഫ്രണ്ട് ഓഫ് ദി ബിൽഡിംഗ് എഴുതാം, ദെൻ അതുപോലെ ബിറ്റ്വീൻ ദ ട്രീസ് എഴുതാം അല്ലേ, എന്താ മരങ്ങൾക്കിടയിൽ. ദെൻ ബിഹൈൻഡ് ദി ഡോർ, ഡോറിന് പുറകിൽ. ഓക്കെ, ഇതൊക്കെ പ്ലേസുമായി റിലേറ്റ് ചെയ്തതാണ്. ദെൻ ലാസ്റ്റ് വരുന്നത് പ്രിപ്പോസിഷൻ ഓഫ് ഡയറക്ഷൻ ആണ് അല്ലേ. അപ്പോൾ അതിലേതൊക്കെയാണ് വരുന്നത്? ഇൻ ടു ദി ഹാൾ, എന്താ ഹാളിലേക്ക്, അതെന്താ ഡയറക്ഷൻ ആണ്. ദെൻ ഡൗൺ ദി ഹിൽ, കുന്നിന് താഴെ. ദെൻ എറൗണ്ട് ദി പാർക്ക്, പാർക്കിന് ചുറ്റും. ദെൻ വേറെ ഏതൊക്കെ എഴുതാം? നമുക്ക് ടു ദി സ്കൂൾ എഴുതാം, ദെൻ അക്രോസ് ദി സ്ട്രീറ്റ് എഴുതാം, ദെൻ ഫ്രം ദ ലൈബ്രറി എഴുതാം. നെക്സ്റ്റ് റീഡ് ദ പാസേജ് ബിലോ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് പ്രിപ്പോസിഷൻസ് ചൂസിങ് ഫ്രം ദോസ് ഇൻ ദി ബോക്സ് ബിലോ. ഇവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, അതിൽ എന്താ പ്രിപ്പോസിഷൻസ് വെച്ച് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഏതൊക്കെ പ്രിപ്പോസിഷൻസ് ആണെന്ന് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്, അതിൽ മാച്ച് ആയത് അവിടെ കറക്റ്റ് സ്ഥലത്ത് കൊടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വായിച്ചു നോക്കാം. വിപിൻ ഈസ് എ ബുക്ക് ലവർ. വിപിൻ ഒരു എന്താണ്? ബുക്ക് ലവറാണ്. ഇൻസ്പയർഡ് ഡാഷ് എ ബുക്ക് ഹി റീഡ്. ഇൻസ്പയർഡ് ബൈ എ ബുക്ക് ഹി റീഡ് എന്ന് കൊടുക്കുക അല്ലേ. അവൻ വായിച്ചൊരു ബുക്ക് ഇൻസ്പയർ ആയിട്ട് അവനൊരു ബുക്ക് ലവർ ആയിട്ടുണ്ട്. ദെൻ ഹി ഡിസൈഡഡ് ടു അഡോപ്റ്റ് എ ബെറ്റർ റുട്ടീൻ. അവന് എന്ത് തീരുമാനിച്ചു? ഒരു നല്ല റുട്ടീന് അഡോപ്റ്റ് ചെയ്യാനായിട്ട് അല്ലേ. ദെൻ എവറി മോർണിംഗ് ഹി വെന്റ് ടു ദി പാർക്ക്. എല്ലാ ദിവസവും രാവിലെ അവന് പാർക്കിലേക്ക് പോകും. ലുക്കിംഗ് ഡാഷ് ഇൻസ്പിറേഷൻ ഡാഷ് ദി പീസ്ഫുൾ സറൗണ്ടിങ്സ്. ഇവിടെ എന്താ? ലുക്കിംഗ് ഫോർ ഇൻസ്പിറേഷൻ ഫ്രം ദി പീസ്ഫുൾ സറൗണ്ടിങ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് പാർക്കിലേക്ക് പോകുന്നത്? അവിടെയുള്ള പീസ്ഫുൾ ആയിട്ടുള്ള അവന് സമാധാനം നിറഞ്ഞ ആ ഒരു ചുറ്റുപാടിൽ നിന്ന് അവന് ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടില്ലേ, അത് നോക്കിക്കൊണ്ട് അവന് അങ്ങോട്ട് പോകുന്നത്. ദെൻ ഹി എൻജോയ്ഡ് റീഡിങ് ഇൻ ദ ഷെയ്ഡ് ഓഫ് ടോൾ ഗ്രീൻ ട്രീസ്. അവിടെ കണ്ടല്ലോ, ഇന്ന് വന്നു, ഓഫ് വന്നു അല്ലേ. ദെൻ തിങ്കിങ് എബൌട്ട് സ്റ്റോറീസ് ഓഫ് പീപ്പിൾ who had succeeded in overcoming great difficulties. ഇവിടെ എന്താ? ഇവിടെ നമ്മൾ എബൌട്ട് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തു അല്ലേ. എന്താ? സ്റ്റോറീസിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കുറിച്ച് എന്ന് വരുമ്പോൾ നമ്മൾ എബൌട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ ദ ന്യൂ ദ ഹാഡ് ടു ബി കമ്മിറ്റഡ് ടു ദയർ ഗോൾസ്. എന്താ? അവർക്കറിയാം അവരുടെ ഗോൾസിലെ അവർക്ക് നേടിയെടുക്കേണ്ട ലക്ഷ്യവുമായിട്ട് അവർ കമ്മിറ്റഡ് ആയിട്ടിരിക്കണമെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ ടു ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഫോക്കസിങ് ഓൺലി ഡാഷ് എന്നുള്ളിടത്ത് ഇവിടെ ഓൺ ആണ്. ഫോക്കസിങ് ഓൺലി ഓൺ എന്തിൽ ഫോക്കസ് ചെയ്യാന്ന് പറയുന്നത്? വാട്ട് ദേ വാണ്ടഡ് ടു അച്ചീവ്, എന്താണ് നേടിയെടുക്കേണ്ടത് അതിൽ വേണം ഫോക്കസ് ചെയ്യാൻ അല്ലേ. ദെൻ വിപിൻ ടു ഡിസൈഡഡ് ടു സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് റിസോൾവ്ഡ് നെവർ ടു ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ് ഓർ ടു ഗിവ് അപ്പ് ഹിസ് ഗോൾസ്. അപ്പോൾ കണ്ടല്ലോ,
ഇവിടെ പ്രിപ്പോസിഷൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ആക്ടിവിറ്റി 2, റീഡ് ദ ഫോളോയിങ് സെന്റൻസസ് ആൻഡ് നോട്ട് ദ ഹൈലൈറ്റഡ് വേർഡ്സ്. ഇത് മുകളിൽ തന്ന പോലെ തന്നെ എന്താ തന്നിട്ടില്ലേ, 3 സെന്റൻസുകൾ, അതിൽ ഹൈലൈറ്റ് ചെയ്ത വേർഡുകൾ നോക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സെന്റൻസ്? ജെറോം വെന്റ് ടു ദി ഡോക്ടേഴ്സ് ക്ലിനിക്, ദെൻ ദി ഡോക്ടർ എക്സാമിൻഡ് ഹിം, ദി ഡോക്ടർ ഗാവ് ഹിം എ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ. ഇതിൽ ഹൈലൈറ്റ് ചെയ്ത വേർഡുകൾ ഏതൊക്കെയാ? വെന്റ് ഉണ്ട്, അതുപോലെ എക്സാമിൻഡ് ഉണ്ട്, അതുപോലെ ഗാവ് ഉണ്ട് അല്ലേ. വെന്റ് എന്ന് വെച്ചാൽ എന്താ? പോയി. എക്സാമിൻഡ് എന്ന് വെച്ചാൽ പരിശോധിച്ചു. ദെൻ ഗാവ് നൽകി അല്ലേ. ഇത് മൂന്നും എന്താണ്? എന്തെങ്കിലും ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ ഒരു ആക്ഷനെ പറയുന്ന എന്താ വേർഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ അല്ലേ. ഒരു കാര്യം എന്തെങ്കിലും ചെയ്ത ഒരു കാര്യം പോയി അല്ലെങ്കിൽ എന്താ കൊടുത്തു, അങ്ങനെയൊക്കെയുള്ള എന്താ പ്രവർത്തികൾ അല്ലെങ്കിൽ ഒരു ആക്ഷൻ വേർഡ്സ് ആണ് ഇവിടെ തന്നിട്ടില്ലേ. ദെൻ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദി ഹൈലൈറ്റഡ് വേർഡ്സ് ഇൻ ദീസ് സെന്റൻസസ്? ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇവിടെ നൽകിയിട്ടുള്ള ഈ ഹൈലൈറ്റ് ചെയ്ത വാക്കുകളുടെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്താണ് ഈ ഹൈലൈറ്റ് ചെയ്ത വേർഡ്സ് ഒക്കെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതെല്ലാം തന്നെ ആക്ഷൻ വേർഡ്സ് ആണ്. അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ്, ഈ സെൻറ്റൻസിൽ വരുന്ന സബ്ജക്റ്റ് ആരാണോ അല്ലെങ്കിൽ എന്താണോ അത് ചെയ്യുന്ന ഒരു ആക്ഷനെ, ഒരു പ്രവൃത്തിയെയാണ് ഇവിടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. വാട്ട് ഡു ദീസ് വേർഡ്സ് ഡിനോട്ട്? ഈ വാക്കുകളൊക്കെ എന്തിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തിനെ സൂചിപ്പിക്കുക? നമ്മൾ പറഞ്ഞത് തന്നെ ആക്ഷൻ ഓഫ് ദി സബ്ജക്റ്റ് അല്ലേ. സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻ, പ്രവൃത്തി എന്താണോ അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദെൻ the verbs in these sentences denote an action done or experienced by a person or thing. verb എന്ന് പറയുന്നത് എന്താ? ഒരു സെന്റൻസിലെ ഒരു പേഴ്സൺ, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു അത് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ആക്ഷൻ, ഒരു പ്രവൃത്തിയെയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ റണ്ണിങ്, ഓടുക, അല്ലെങ്കിൽ വാക്കിംഗ്, നടക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ എന്താ? അതൊക്കെ വെർബുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. എ വേർബ് ഈസ് ദ കീ എലമെൻറ്റ് ഓഫ് എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൻ്റെ കീ എലമെൻ്റ് ആണ്, മെയിൻ ആയിട്ടുള്ള ഒരു എലമെൻ്റ് തന്നെയാണ് വെർബ് എന്ന് പറയുന്നത്. ദെൻ നൗ ലുക്ക് അറ്റ് ദി ഫോളോയിങ് സെൻറ്റൻസസ്. താഴെ 2 സെൻറ്റൻസും കൂടി തന്നിട്ടുണ്ട്. ദി ഡോക്ടർ വാസ് ഹിസ് ഓൾഡ് ഫ്രണ്ട്. ആ ഡോക്ടർ എന്ന് പറയുന്നത് അവൻ്റെ ഓൾഡ് ഫ്രണ്ട് ആണെന്ന് പറയുന്നു. ദെൻ ഹി ഹാഡ് ഓൾ ദ ഡിസീസസ് മെൻഷൻ ഇൻ ദ മെഡിക്കൽ ജേണൽ. മെഡിക്കൽ ജേണലിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ അസുഖങ്ങളും അദ്ദേഹത്തിന് ഉണ്ടെന്നും പറയുന്നുണ്ട്. ഈ 2 സെൻറ്റൻസ് തന്നിട്ടില്ലേ. ഇവിടെയും ഹൈലൈറ്റ് ചെയ്ത വേർഡ്സ് വന്നിട്ടുണ്ടല്ലേ. ഏതൊക്കെയാണ്? ഫസ്റ്റ് സെൻറ്റൻസിൽ വാസ്, സെക്കൻഡ് സെൻറ്റൻസിൽ ഹാഡ് ആണ് വന്നിട്ടുള്ളത് അല്ലേ. ദെൻ ഡു ദി വെർബ്സ് വാസ് ആൻഡ് ഹാഡ് ഡിനോട്ട് ആക്ഷൻസ് ഹിയർ? ഇവിടെ ഈ 2 സെൻറ്റൻസിലെയും വെർബുകളാണ് ഈ വാസ് എന്ന് പറയുന്നതും ഹാഡ് എന്ന് പറയുന്നതും. പക്ഷേ ഈ ഹാഡോ വാസോ ഇവിടെ എന്തെങ്കിലും ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. നമ്മൾ മുന്നേ സെൻറ്റൻസിൽ വെർബിനെ കുറിച്ച് പറഞ്ഞ പോലെ എന്താ വാക്കിംഗ്, റണ്ണിങ് അങ്ങനെയുള്ള പ്രവൃത്തിയല്ലല്ലോ ഇവിടെ മീനിങ് ആയിട്ട് വരുന്നത്. ഇവിടെ ദി ഡോക്ടർ വാസ് ഹിസ് ഓൾഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഡോക്ടർ അവൻ്റെ പഴയ ഒരു സുഹൃത്തായിരുന്നു. അപ്പോൾ ഇവിടെ വാസിൻ്റെ മീനിങ് ആയിരുന്നു എന്നുള്ളൊരു മീനിങ്ങാണ് വരുന്നത്. അപ്പോൾ അതൊരു ആക്ഷൻ വേർഡ് ആണോ? അല്ല. സോ ഇവിടെ തന്നിരിക്കുന്നതൊക്കെ എന്താണ്? ആക്ഷൻ വേർഡ് അല്ല അല്ലേ. ദേ ആർ നോട്ട് ആക്ഷൻ വേർഡ്സ്. പക്ഷേ ആക്ഷൻ വേർഡ് അല്ലാന്നേ ഉള്ളൂ, ഇവയും എന്താണ്? വെർബ് തന്നെയാണ്. ദി വെർബ്സ് ഇൻ ദീസ് സെന്റൻസസ് tell us what a person or thing does, is or has. ഇവിടെ എന്താ ഇവിടെ തന്നിട്ടുള്ള ഈ വേർബുകൾ, ഈ വാസ്, ഹാഡ് എന്ന് പറയുന്ന വേർബുകളൊക്കെ എന്താ പറയുന്നത്? ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു അത് എന്താകുന്നു അല്ലെങ്കിൽ എങ്ങനെയാകുന്നു എന്നൊക്കെ പറയാനായിട്ട് യൂസ് ചെയ്യുന്ന എന്താ വെർബുകളാണ് ഈ വാസും ഹാഡും ഒക്കെ വരുന്നത്. ദ ഡിനോട്ട് സ്റ്റേറ്റ്സ് ഓഫ് ബീയിങ് ഓർ എക്സിസ്റ്റൻസ് ആൻഡ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇവിടെ വാസ് എന്ന് പറയുന്ന വേർബ് സ്റ്റേറ്റ്സ് ഓഫ് ബീയിങ് ആയിട്ടില്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ ഏത് രീതിയിലാണ് നിലനിൽക്കുന്നത് എന്നൊക്കെ കാണിക്കാനാണ് നമ്മൾ വാസ് യൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ ദി ഡോക്ടർ വാസ് ഹിസ് ഓൾഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വാസ് യൂസ് ചെയ്തിട്ടുള്ളത് ആ ഡോക്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആരാണ്, എങ്ങനെയാണ് അവർ തമ്മിലുള്ള ഒരു ബോണ്ട് അത് കാണിക്കാനാണ് അല്ലേ. അപ്പോൾ എന്താ അതുപോലെ ഈ ഹാഡ് യൂസ് ചെയ്തിട്ടുള്ളത് പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഹി ഹാഡ്, അവനുണ്ട് എന്നാണ് പറയുന്നതിൽ എല്ലാ സുഖങ്ങളും ഉണ്ട് എന്ന് വെച്ചാൽ അവന് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ പൊസിഷൻ കാണിക്കാനാണ് ഹാഡ് യൂസ് ചെയ്യുക. ഇതൊക്കെ ഗ്രാമർ പോർഷൻ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് റീഡ് ദ ഗിവൺ പാസേജ്, ഐഡൻറ്റിഫൈ ദ വേർബ്സ് ആൻഡ് പ്ലേസ് ദം ഇൻ അപ്രോപ്രിയേറ്റ് കോളംസ് ഇൻ ദി ടേബിൾ ബിലോ. ഇവിടെ ഓരോ പാസേജ് തന്നിട്ടുണ്ട് അല്ലേ. അത് നോക്കിയിട്ട് അതിൽ വരുന്ന വെർബുകൾ ഏതൊക്കെയാണ്? താഴെ കോളം തന്നിട്ടുള്ളത് കണ്ടല്ലോ. ഒരു കോളത്തിൽ എന്താ തന്നിട്ടുള്ളത്?
ആക്ഷൻ എന്ന് വെച്ചാൽ ആക്ഷൻ വെർബുകൾ ഏതൊക്കെയാണെന്ന് അതിൽ എഴുതുക. ദെൻ നെക്സ്റ്റ് കോളത്തിൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അല്ലേ. സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് വെച്ചാൽ നമ്മൾ മുന്നത്തേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാസ് ഒക്കെ സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിലാണ് വരിക എന്നല്ലേ. എന്ന് വെച്ചാൽ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള വേർബുകൾ അതിൽ വരിക. ദെൻ നെക്സ്റ്റ് വരുന്നത് പൊസിഷൻ. പൊസിഷനിൽ നമ്മൾ എന്താ വരിക എന്നറിയോ, നമ്മൾ എന്താ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ട് അല്ലെങ്കിൽ എന്താ ഹാസ്, ഹാഡ് എന്നൊക്കെയുള്ളത് നമുക്ക് എന്താ ഉണ്ട് എന്നൊക്കെയുള്ള ഒരു മീനിങ്ങിൽ യൂസ് ചെയ്യുന്ന വേർഡുകളാണ്. സോ അങ്ങനെ വരുന്നത് നമ്മൾ അതിലെഴുതാം. നമുക്ക് പാസേജ് വായിച്ച് നോക്കിയിട്ട് വേർബുകൾ ഫില്ല് ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ ആഷിക ഈസ് ആൻ ആർട്ടിസ്റ്റ് ആൻഡ് ഷീ ലവ്സ് ടു ഡ്രോ ആൻഡ് പെയിൻറ്റ്. ആഷിക ഒരു ആർട്ടിസ്റ്റാണ്, അവൾക്ക് പെയിൻറ്റ് ചെയ്യാനും വരയ്ക്കാനും ഒക്കെ ഒരുപാട് ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് വരുന്നത് ഈസ് എന്ന് പറയുന്ന എന്താ വേർബാണ്. അപ്പോൾ അത് ഇതിൽ വരും, സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിലാണ് വരാം. നെക്സ്റ്റ് ലവ്സ് എന്ന് പറയുന്നതാണ്. ലവ്സ് എന്ന് വെച്ചാൽ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു, അതൊരു ആക്ഷനാണ് അല്ലെ, ഒരു പ്രവൃത്തിയാണ്. സോ അത് നമുക്ക് ആക്ഷൻ വേർബിൽ കൊടുക്കാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഷീ വോക്സ് ടു ഹെർ സ്റ്റുഡിയോ. അവൾ വോക്സ് എന്ന് പറയുന്നത് നടക്കുക, അതെന്താ, അതൊരു ആക്ഷനാണ് അല്ലേ. അപ്പോൾ അത് ഏതിൽ വരും, ആക്ഷൻ വേർബിൽ വരും. ദെൻ ദി സ്റ്റുഡിയോ ഹാസ് ലാർജ് വിൻഡോസ് ദാറ്റ് അലോ ടു പാസേജ് ഓഫ് നാച്ചുറൽ ലൈറ്റ്. ഇവിടെ ദി സ്റ്റുഡിയോ ഹാസ്, ഇവിടെ ഹാസ് എന്ന് പറയുന്നത് ഏത് വേർബിൽ വരും, യെസ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, പൊസിഷൻ കാണിക്കാൻ കൊടുക്കുന്നതാണ് അല്ലേ, പൊസിഷൻ വേർബിൽ വരും. ദെൻ ഇവിടെ അലോ എന്ന് പറയുന്നത് അനുവദിക്കുക, അതൊക്കെ എന്താ ആക്ഷൻ വേർഡ്സിലാണ് വരിക, അപ്പോൾ ആക്ഷനിൽ കൊടുക്കുക. ദെൻ ആഷിക ഈസ് വെരി പാഷനേറ്റ് അബൌട്ട് കളേഴ്സ്. ഇവിടെ ഈസ് എന്ന് പറയുന്ന വേർബ് വരുന്നുണ്ട്, പക്ഷെ അത് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുള്ളത് തന്നെയാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് ഷീ ഹാഡ് എ വണ്ടർഫുൾ ടീച്ചർ ഹു ഇൻസ്പയർഡ് ഹെർ ക്രിയേറ്റിവിറ്റി. ഇവിടെ ഷീ ഹാഡ് എ വണ്ടർഫുൾ ടീച്ചർ എന്ന് പറയുന്നത്, അപ്പോൾ ഹാഡ് എന്ന് പറയുന്നത് എന്തിൽ വരും, പൊസിഷനിൽ വരും അല്ലേ. ദെൻ ഇൻസ്പയർഡ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ വേർഡാണ്, അപ്പോൾ അത് എവിടെ കൊടുക്കാം, ആക്ഷൻ്റെ കോളത്തിൽ എഴുതാം. ഷീ ഹാസ് മെനി ക്രിയേറ്റീവ് ഐഡിയാസ് ഫോർ ഹെർ വർക്ക്. അവൾക്ക് അവളുടെ വർക്കിനേക്ക് ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് അവളുടെ അടുത്തുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഷീ ഹാസ്, അപ്പോൾ ഹാസ് എന്ന് പറയുന്നത് വീണ്ടും പൊസിഷനിൽ വരും. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതണമെന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ദെൻ യെസ്റ്റർഡേ ഷി ക്രിയേറ്റഡ് എ ബ്യൂട്ടിഫുൾ കൺട്രി സൈഡ് ലാൻഡ്സ്കേപ്പ്. ഇവിടെ ക്രിയേറ്റഡ് എന്ന് പറയുന്നത് വേർബാണ്, അതെന്ത് വേർബാ, യെസ് ക്രിയേറ്റ് ചെയ്തു, നിർമ്മിച്ചു എന്നൊക്കെ പറയുന്നത് അതൊരു ആക്ഷൻ വേർഡാണ്, അപ്പോൾ ആക്ഷൻ്റെ കോളത്തിൽ കൊടുക്കുക. ദെൻ ഷി ഈസ് പ്രൗഡ് ഓഫ് ഹൗ ഇറ്റ് ടേൺഡ് ഔട്ട്. ഇവിടെ ഈസ് വരുന്നത് സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിലാണ്, ദെൻ ടേൺഡ് ഔട്ട് എന്ന് പറയുന്നത് ആക്ഷനിലും വരും അല്ലേ. അപ്പോൾ ഈ രീതിയിലാണ് ഫില്ല് ചെയ്യേണ്ടത്. നെക്സ്റ്റ് റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് നോട്ട് ദ ഹൈലൈറ്റഡ് വേർഡ്സ്. അപ്പോൾ ഏതൊക്കെയാണ് സെൻറ്റൻസുകൾ, ദേ ഹാവ് കംപ്ലീറ്റഡ് ദയർ ഹോംവർക്ക്, ഐ ആം റീഡിങ് ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക് നൗ, ദെൻ ആൻ എക്സ്പേർട്ട് ടീം വിൽ വിസിറ്റ് അവർ സ്കൂൾ നെക്സ്റ്റ് വീക്ക്. ഇവിടെ ഹൈലൈറ്റ് ചെയ്ത വാക്കുകൾ ഏതൊക്കെയാണ്, ഹാവ്, ആം, വിൽ അല്ലേ. വാട്ട് പർപ്പസ് ഡു ദി വേർഡ്സ് ഹാവ്, ആം, വിൽ സെർവ് ഇൻ ദി സെൻറ്റൻസസ്, ഡോണ്ട് ദേ സപ്പോർട്ട് ദ മെയിൻ വേർബ്. ഇവിടെ ഹാവ്, ആം, വില്ല് എന്ന് പറയുന്ന വാക്കുകളൊക്കെ ഇവിടെ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ സെൻറ്റൻസിൽ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുന്നത് അല്ലേ. ദെൻ ഡോണ്ട് ദേ സപ്പോർട്ട് ദ മെയിൻ വേർബ്, അവ മെയിൻ വേർബിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഇവിടെ ദേ ഹാവ് കംപ്ലീറ്റഡ് എന്ന് പറയുന്നതിൽ മെയിൻ വേർബ് വരുന്നത് കംപ്ലീറ്റഡ് ആണ് അല്ലേ. കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് ആ മെയിൻ വേർബ്, അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഇവിടെ ഹാവ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ഇതൊക്കെ ഈ ഹാവും ആമും വില്ലും എല്ലാം തന്നെ എന്താ മെയിൻ വേർബിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദീസ് വേർഡ്സ് ആർ ഓക്സിലറി വേർബ്സ് ഓർ ഹെൽപ്പിംഗ് വേർബ്സ്. ഇങ്ങനെയുള്ള ഈ വെർബുകളെ നമ്മൾ എന്താ പറയാം, യെസ് ഓക്സിലറി വേർബുകൾ അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്സ് എന്നാ പറയാം. മനസ്സിലായല്ലോ. ഓക്സിലറി വേർബ്സ് വർക്ക് ടുഗദർ വിത്ത് മെയിൻ വേർബ് ടു പെർഫോം വേരിയസ് ഗ്രാമാറ്റിക്കൽ ഫങ്ഷൻസ് ആൻഡ് ടു കൺവേ ഷെയ്ഡ്സ് ഓഫ് മീനിങ്. എന്താ ഓക്സിലറി വേർബ്സ് മെയിൻ വേർബ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. മെയിൻ വേർബ്സിൻ്റെ കൂടെ എന്താ ഓക്സിലറി വേർബ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തിനാ, ചില ഗ്രാമാറ്റിക്കൽ ഫങ്ഷൻസിൻ്റെ രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താ മീനിങ്ങിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുമാണ് ഈ മെയിൻ വേർബിൻ്റെ കൂടെ എന്താ ഓക്സിലറി വേർബ്സ് വരുന്നത് അല്ലേ. ഈ മെയിൻ വേർബ് ഇല്ലാതെ ഓക്സിലറി വേർബ്സ് ഒറ്റയ്ക്കും വരാറുണ്ട് ചില സെൻറ്റൻസുകളിൽ അല്ലേ. നമ്മൾ ഐ ആം എ സ്റ്റുഡൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ആം എന്ന് പറയുന്നത് എന്താ, അതാണ് അവിടെ മെയിൻ വേർബായിട്ട് വരിക അല്ലേ. അപ്പോൾ മെയിൻ വേർബ് ഇല്ലാതെ ഓക്സിലറി വേർബ് മാത്രമേ എഴുതുന്ന ടൈമിൽ അതായിരിക്കും അതിൽ വരുന്ന ആ ഒരു സെൻറ്റൻസിൽ വരുന്ന മെയിൻ വേർബ്. അങ്ങനെയും ഓക്സിലറി വേർബ് പെർഫോം ചെയ്യാറുണ്ട്. And the passage given below has some errors in it. Let's edit them. ഇവിടെ കുറച്ച് എറേഴ്സ് ഉണ്ട് താഴെ തന്നിരിക്കുന്ന പാസേജിൽ, എഡിറ്റ് ചെയ്യാനാണ് പറയുന്നത്. നടാഷ ഈസ് എ സക്സസ്ഫുൾ ആർക്കിടെക്ട്. ഷി വർക്ക് അറ്റ് എ ലീഡിങ് കമ്പനി. ഇവിടെ ഷീ വർക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇവിടെ വർക്ക് അല്ല വരേണ്ടത്, വർക്ക്സ് എന്നാണ് പറയേണ്ടത്.
പറയേണ്ടത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെന്താ ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ് അല്ലേ. സിംഗുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ എങ്ങനെയാണ് വേണം വേർബ് യൂസ് ചെയ്യാനായിട്ട്, വേർബിൻ്റെ എസ് ഫോം വേണം യൂസ് ചെയ്യാൻ. അതുകൊണ്ട് ഇവിടെ വർക്ക്സ് എന്നാണ് യൂസ് ചെയ്യുക. ദെൻ ഷീ ഹാസ് ബീൻ വർക്ക്ഡ് അറ്റ് ദ സെയിം കമ്പനി ഫോർ ദ പാസ്റ്റ് 5 years. കഴിഞ്ഞ 5 വർഷങ്ങളായി അവൾ ആ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത്, അല്ലാതെ വർക്ക്ഡ് എന്ന് പറയരുത്. വർക്ക്ഡ് എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയ കാര്യം വരിക. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഷീ ഹാസ് ബീൻ വർക്കിംഗ് എന്ന് വേണം, ING ഫോം വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഓവർ ദ ഇയേഴ്സ് ഷീ ഹാവ് ലെഡ് സെവറൽ പ്രൊജക്ട്സ്. ഇവിടെയും ഷീ ഹാവ് ലെഡ് എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഷീ ഹാവ് അല്ല, ഷീ എന്ന് പറയുന്നത് അവൾ എന്ന് വെച്ചാൽ ഒരാളെ ഉള്ളൂ. അപ്പോൾ ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സിംഗുലറിൻ്റെ കൂടെ നമ്മൾ ഹാവ് യൂസ് ചെയ്യരുത്, ഹാസ് ആണ് യൂസ് ചെയ്യുക അല്ലേ. ഹാവ് നമ്മൾ യൂസ് ചെയ്യുക എവിടെയാണ്, പ്ലൂരൽ ഫോമിൻ്റെ കൂടെ. നമ്മൾ ഐ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അല്ലേ, ഐ ഹാവ് അല്ലെങ്കിൽ ദേ ഹാവ്, അങ്ങനെയുള്ള പ്ലൂരൽ ഫോമിൻ്റെ കൂടെയാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുക. ഇവിടെ ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അപ്പോൾ നമ്മൾ ഹാസ് വേണം യൂസ് ചെയ്യണം. അപ്പോൾ ഷീ ഹാസ് ലെഡ്. നെക്സ്റ്റ് വീക്ക് ഷി വിൽ പ്രസൻറ്റഡ് എ ന്യൂ പ്രൊജക്ട് പ്രൊപ്പോസൽ. ഇവിടെ ഷി വിൽ പ്രസൻറ്റഡ് അല്ല, ഷി വിൽ പ്രസൻറ്റ് എന്നാണ് എഴുതേണ്ടത്. എന്ന് വെച്ചാൽ വിൽ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. എന്ന് വെച്ചാൽ പ്രസൻറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ഫോം വേണം യൂസ് ചെയ്യാൻ. ED വരുന്ന സെക്കൻഡ് ഫോമോ തേർഡ് ഫോമോ ഒന്നും നമ്മൾ യൂസ് ചെയ്യരുത്. ഓക്കെ. ദെൻ നടാഷ ഹാവ് ഫുൾ കോൺഫിഡൻസ് ഇൻ ഹർ പ്രൊപ്പോസൽ. ഇവിടെയും മുകളിൽ നമ്മൾ ഷീ ഹാവ് എന്ന് പറഞ്ഞ പോലെ തന്നെ നടാഷ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് അല്ലേ, സിംഗുലർ ആണ്. അതിൻ്റെ കൂടെ ഹാവ് യൂസ് ചെയ്യേണ്ട, ഹാസ് നമ്മൾ യൂസ് ചെയ്താൽ മതി. ഇനി ആക്ടിവിറ്റി 3, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്. ഇവിടെ 2 സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട് അല്ലേ. ദെൻ ഇതിൽ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ് നോക്കാനാണ്. ഏതൊക്കെയാണ് വരുന്നത്, ടേൺഡ് ഓവർ എന്നതാണ്. ദെൻ അതുപോലെ ടേൺഡ് അപ്പ് എന്ന് പറയുന്നത് അല്ലേ. ഈ 2 വേർഡ്സും യെസ്, ഇത് രണ്ടും ഇവിടെ ഫ്രേസൽ വേർബ്സ് ആണ്. ഇതുപോലെയുള്ള വാക്കുകളെ എന്ന് വെച്ചാൽ ഒരു ടേൺഡ് എന്ന് പറയുന്ന ഒരു വേർബ് അല്ലേ, ആ ഒരു വേർബിൻ്റെ കൂടെ ഓവർ അല്ലെങ്കിൽ അപ്പ്, ഈ 2 വേർഡ്സാണ് ഇവിടെ വന്നിട്ടില്ലേ. ഈ ഓവർ എന്നതും അപ്പ് എന്ന് പറയുന്നതൊക്കെ അതിൻ്റെ കൂടെ വന്നിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് അല്ലേ. അപ്പോൾ ഇതുപോലെ വേർബിൻ്റെ കൂടെ പാർട്ടിക്കിൾസ് ജോയിൻ ചെയ്ത് വരുന്നതിനെ നമ്മൾ ഫ്രേസൽ വേർബ്സ് എന്നാണ് പറയാം. എ ഫ്രേസൽ വേർബ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എ വേർബ് ആൻഡ് പാർട്ടിക്കിൾസ്, adverbs or prepositions that together has a meaning different from the meaning of the individual words. ഫ്രേസൽ വേർബ് എന്ന് വെച്ചാൽ ഒരു കോമ്പിനേഷൻ ഓഫ് വേർബ് ആൻഡ് പാർട്ടിക്കിൾസ് എന്നാണ് പറയുന്നത് അല്ലേ. ഒരു വേർബിൻ്റെയും എന്ന് വെച്ചാൽ ആ ഫ്രേസൽ വേർബിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, ഒരു വെർബ് ഉണ്ടാവും ആദ്യം. ദെൻ അതുപോലെ അതിൻ്റെ കൂടെ എന്തെങ്കിലും പാർട്ടിക്കിൾസ് ആയിട്ട് ഒരു ആഡ്വേർബ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷൻ വന്നിട്ടുണ്ടാവും അല്ലേ. മുകളിൽ പറഞ്ഞ പോലെ ടേൺഡ് എന്ന് പറയുന്ന വേർബിൻ്റെ കൂടെ ഓവർ എന്ന് പറയുന്ന വേർഡ് വന്നു. ദെൻ ഓവർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വന്നു അല്ലേ. അതുപോലെ ടേൺഡ് എന്ന് പറയുന്ന വേർബിൻ്റെ കൂടെ അപ്പ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ കൂടി ചേർന്ന് വന്നു. ദെൻ ഇവിടെ ഒരു ഡിഫറൻസും കൂടി ഉണ്ട്. നമ്മൾ ഈ ടേൺഡ് ഓവർ എന്ന് പറയുന്ന 2 വേർഡ് തമ്മിൽ ചേർന്ന് ഫ്രേസൽ വേർബായി മാറുമ്പോൾ അതിൻ്റെ മീനിങ്ങിൽ വ്യത്യാസം ഉണ്ടാകും. എന്ന് വെച്ചാൽ ടേൺഡ് എന്ന് പറയുമ്പോൾ നമ്മൾ തിരിഞ്ഞു എന്നുള്ള മീനിങ് ആണ്. ഓവർ എന്ന് വെച്ചാൽ മുകളിലൂടെ എന്നുള്ള മീനിങ് അല്ലേ. പക്ഷേ ഈ ടേൺഡും ഓവറും കൂടി ചേർന്ന് ടേൺഡ് ഓവർ ആകുമ്പോൾ അതിൻ്റെ മീനിങ് മാറ്റമുണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഗിവ് അപ്പ് മീൻസ് ടു ക്വിറ്റ്. ഗിവ് അപ്പ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ക്വിറ്റ് ചെയ്യുക, നിർത്തിപ്പോവുക എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ. വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ലിറ്ററൽ മീനിങ്സ് ഓഫ് ഗിവ് ആൻഡ് അപ്പ്. ശരിക്കും ഗിവ് എന്ന് പറയുന്ന വേർഡിൻ്റെയും അപ്പ് എന്ന് പറയുന്നതും വേർഡിൻ്റെയും മീനിങ് ഇതാണോ? അല്ല. ഗിവ് എന്ന് പറയുന്നതിന് സെപ്പറേറ്റ് ആയിട്ട് മീനിങ് എടുക്കുകയാണെങ്കിൽ ഗിവ് എന്ന് വെച്ചാൽ നൽകുക, അപ്പ് എന്ന് വെച്ചാൽ മുകളിൽ എന്നുള്ള അർത്ഥം. പക്ഷേ ഗിവ് അപ്പ് എന്ന ഫ്രേസൽ വേർബായി മാറുമ്പോൾ അതിൻ്റെ മീനിങ് ടു ക്വിറ്റ്, നിർത്തിപ്പോവുക എന്നുള്ള മീനിങ് ആയി അല്ലേ. അപ്പോൾ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതുപോലെയാണ് ഓരോ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് വരിക. ഇവിടെ താഴെ ഹിയർ ഈസ് എ ലിസ്റ്റ് ഓഫ് ഫ്രേസൽ വേർബ്സ് ഫ്രം എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്. മാച്ച് ദം വിച്ച് ദെയർ മീനിങ്സ്. ഇവിടെ താഴെ ഫ്രേസൽ വേർബ്സും അതിൻ്റെ മീനിങ്സും ആണ് താഴെ ബോക്സിൽ തന്നിട്ടുള്ളത്. പക്ഷെ അത് കറക്റ്റ് ആയിട്ടല്ല തന്നിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ഫ്രേസൽ വേർബ്സും വായിച്ചു നോക്കി അതിന് മാച്ച് ആയിട്ടുള്ള അതിൻ്റെ മീനിങ് ഏതാണോ വരുന്നത് അതുമായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഗോ ത്രൂ എന്ന് പറയുന്ന ഫ്രേസൽ വേർബാണ്. അതിൻ്റെ മീനിങ് വരുന്നത് ടു എക്സാമിൻ കെയർഫുള്ളി ഓർ ടു റീഡ് എന്നതാണ് അല്ലേ. ഗോ ത്രൂ എന്ന് പറയുമ്പോൾ ഗോ എന്ന് പറയുമ്പോൾ പോവുക എന്നുള്ള മീനിങ് ഒന്നും അല്ല അതിന് വരുന്നത്. എന്താ വരുന്നത്? ടു എക്സാമിൻ കെയർഫുള്ളി ഓർ ടു റീഡ്. കെയർഫുൾ ആയിട്ട്
നിരീക്ഷിക്കുക അല്ലെങ്കിൽ വായിക്കുക എന്നുള്ള മീനിങ് ആണ് ഗോ ത്രൂക്ക് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ടേൺ അപ്പ് എന്ന് പറയുന്നതാണ്. അതിന്റെ മീനിങ് വരുന്നത് ടു അപ്പിയർ ഓർ അറൈവ് അൺഎക്സ്പെക്റ്റഡ്ലി. എന്ത് ചെയ്യാം, അപ്പിയർ ആവുക അല്ലെ, പ്രത്യക്ഷപ്പെടുക, അല്ലെങ്കിൽ എന്താ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷിതമായിട്ട് എന്താ അറൈവ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരിടത്ത് എത്തിച്ചേരുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. തേർഡ് വരുന്നത് ഡോൺ അപ്പോൺ അല്ലെങ്കിൽ ഡോൺ ഓൺ എന്നാണ്. അതിൻ്റെ മീനിങ് വരുന്നത് ടു റിയലൈസ്, എന്താ മനസ്സിലാക്കുക അല്ലെങ്കിൽ ബോധ്യപ്പെടുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഫോർത്ത് വരുന്നത് ടേൺ ഓവർ അല്ലേ. ടേൺ ഓവർ നമ്മൾ മുകളിൽ മേലെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേൺ ഓവറിൻ്റെ മീനിങ് വരുന്നത് എന്താ, ടു ഫ്ലിപ്പ് ഓവർ എന്ന് വെച്ചാൽ എന്താ മറിക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. പുസ്തകം മറിക്കുക എന്നൊക്കെ പറയില്ലേ. ഫിഫ്ത്ത് വരുന്നത് ഗോ ഓൺ എന്നാണ്. ഗോ ഓണിൻ്റെ മീനിങ് വരുന്നത് ടു കണ്ടിന്യൂ ചെയ്യുക, തുടരുക എന്നുള്ള മീനിങ് ആണ്. നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നത് പാസ് എവേ എന്നാണ്. അപ്പോൾ പാസ് എവേയുടെ മീനിങ് വരുന്നത് ടു ഡൈ എന്ന് വെച്ചാൽ എന്താ മരിച്ചു പോവുക എന്നൊക്കെയുള്ളതിനാണ് നമ്മൾ പാസ് എവേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രേസൽ വെർബ്സിൻ്റെ മീനിങ് ഒക്കെ നിങ്ങൾ പഠിച്ചതിന് ഇരിക്കണം കേട്ടോ. അല്ലാണ്ട് അതിലുള്ള വാക്കുകളുടെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഗോ ഓൺ എന്ന് പറയുമ്പോൾ നമ്മൾ പോവുക എന്നുള്ള മീനിങ് ഒന്നും അതിന് നമ്മൾ പറയരുത് ഒരിക്കലും. എന്ത് ചെയ്യുക, ഇതുപോലെയുള്ള അതിൻ്റെ മീനിങ്ങുകളൊക്കെ കുറച്ച് നിങ്ങൾ പഠിച്ചിരിക്കുക. ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. നൗ റീപ്ലേസ് ദ ഹൈലൈറ്റഡ് വേർഡ്സ് ഓർ phrases in the following paragraph using the appropriate form of phrasal verbs given in the box. ഇനി ഇവിടെ താഴെ തന്നിരിക്കുന്ന പാസേജിൽ എന്താ ചില വാക്കുകൾ ഹൈലൈറ്റ് ചെയ്ത കുറച്ച് വാക്കുകളുണ്ട്. ആ വാക്കുകൾക്ക് പകരം നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ മാച്ച് ആയിട്ടുള്ള ഫ്രേസൽ വേർബ്സ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെ ഫ്രേസൽ വേർബ്സാണ് വരുന്നത്? ഗോ ഓൺ, ടേൺ അപ്പ്, ടേൺ ഓവർ, ഗോ ത്രൂ. ഇതിൻ്റെ ഒക്കെ മീനിങ്സ് നമ്മളിപ്പോൾ മുന്നേ ആ ടാബിളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ഈ പാരഗ്രാഫിൽ ഹൈലൈറ്റ് ചെയ്ത് തന്നിട്ടുള്ളതൊക്കെ ഈ ഓരോ ഫ്രേസൽ വേർബിൻ്റെയും അർത്ഥങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതിൻ്റെ അർത്ഥമാണോ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, ആ വേർഡ് മാറ്റിയിട്ട് നിങ്ങൾ ഈ ഫ്രേസൽ വേർബ് എഴുതി കൊടുക്കുക. സിമ്പിളാണ് അല്ലേ. അപ്പോൾ നോക്കാം, ഇവിടെ ഓരോ ഹൈലൈറ്റ് ചെയ്ത വേർഡ്സും എടുക്കുക നമുക്ക്. ഇപ്പോൾ ഷീ റീഡ്സ്, അവൾ വായിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ റീഡ്സ് വായിക്കുക എന്നൊക്കെ മീനിങ് വരുന്ന ഫ്രേസൽ വേർബ് ഏതായിരുന്നു? യെസ്, ഗോ ത്രൂ എന്നതായിരുന്നു അല്ലേ. അപ്പോൾ ഗോ ത്രൂ എന്നതിനെ നമ്മൾ ഇവിടെയുള്ള പോലെ തന്നെ എന്താക്കണം, ഇവിടെ ഷീ റീഡ്സ് എന്ന് പറയുമ്പോൾ എസ് ഫോം യൂസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഗോ ത്രൂ എഴുതുമ്പോൾ നമ്മൾ ഗോസ് ത്രൂ എന്ന് എഴുതുക. ഓക്കെ, തന്നെ അതുപോലെ നെക്സ്റ്റ് വരുന്നത് ഫ്ലിപ്പിംഗ് ത്രൂ എന്നാണ് അല്ലേ. ഫ്ലിപ്പിംഗ് ത്രൂ ദ പേജസ്, പേജുകൾ മറിക്കുക എന്ന മീനിങ് വരുന്ന ഫ്രേസൽ വേർബ് ഏതായിരുന്നു? യെസ്, ടേൺ ഓവർ എന്നതായിരുന്നു അല്ലേ. അപ്പോൾ ടേൺ ഓവറിനെയും ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഫ്ലിപ്പിംഗ് ത്രൂ എന്നതിൽ ING ഫോം യൂസ് ചെയ്താൽ എഴുതിയിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ടേൺ ഓവർ എന്നതിനെ ടേണിങ് ഓവർ ആക്കിയിട്ട് എഴുതാം. നെക്സ്റ്റ് വരുന്നത് കണ്ടിന്യൂസ് എന്ന് പറയുന്ന വേർഡാണ്. കണ്ടിന്യൂ, തുടരുക എന്നുള്ള മീനിങ് വരുന്ന എന്താ ഫ്രേസൽ വേർബ് ഏതാ വരുന്നത്? യെസ്, ഗോ ഓൺ എന്നതാണ് അല്ലേ. അപ്പോൾ ഗോ ഓണിനെ ഇവിടെയും എസ് ഫോം യൂസ് ചെയ്ത് എഴുതണം, ഗോസ് ഓൺ എന്ന് എഴുതാം. നെക്സ്റ്റ് അറൈവ്സ് എന്ന് പറയുന്നതാണ്. അറൈവ്സിൻ്റെ മീനിങ് എന്താ? എത്തിച്ചേരുക അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുക എന്നൊക്കെയുള്ള മീനിങ് വരുന്ന ഏതാ ഫ്രേസൽ വേർബ് ഏതാ വരുന്നത്? ടേൺ അപ്പ് എന്നാണ് അല്ലേ. അപ്പോൾ ടേൺ അപ്പിന് നമ്മളിവിടെ എന്ത് ചെയ്യണം? എസ് ഫോം യൂസ് ചെയ്ത് ടേൺസ് അപ്പ് എന്ന് എഴുതാം. അപ്പോൾ മനസ്സിലായല്ലോ, നമ്മൾ എന്ത് ചെയ്യുക, ആ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് ഏതാ നോക്കുക, എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഫ്രേസൽ വേർബ് എഴുതി കൊടുത്താൽ മതി. ഇനി ആക്ടിവിറ്റി 4, റീഡ് ദ ഫോളോയിങ് പാസേജ്, ഐഡന്റിഫൈ ദ സബ്ജക്ട്സ് ആൻഡ് വേർബ്സ് ഓഫ് ദി സെന്റൻസസ് ആൻഡ് ലിസ്റ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഇവിടെ കണ്ടല്ലോ, ഒരു പാസേജ് തന്നിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയിട്ട് അതിൽ വരുന്ന സബ്ജക്റ്റ് ഏതാണ്, അതുപോലെ വെർബുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ എഴുതി ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോ സെന്റൻസും വായിക്കുക. അപ്പോൾ അതിൽ വരുന്ന എന്താ സബ്ജക്റ്റ് ഏതാന്ന് നോക്കുക, അതുപോലെ വെർബ് ഏതാന്ന് നോക്കുക. അങ്ങനെ എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ ടെന്നി ഈസ് എ യങ് ആൻഡ് എൻതൂസിയാസ്റ്റിക് ഹോർട്ടികൾച്ചറിസ്റ്റ്. അപ്പോൾ ഇതിലേതാ വരുന്നത്? ഇവിടെ ടെന്നിയാണ് സബ്ജക്റ്റ്, ഇവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി അല്ലേ. അതുപോലെ വെർബ് ഏതാ വരുന്നത്? ഈസ് ആണ് ഇവിടെ വെർബ് വരുന്നത്. ഹി മെയിൻറ്റെയിൻസ് എ സ്മോൾ ഓർച്ചാർഡ് നിയർ ഹിസ് ഹൗസ്. ഇവിടെ ഏതാ വരുന്നത്? ഇവിടെ സബ്ജക്റ്റ് വരുന്നത് ഹി ആണ്. വെർബ് വരുന്നത് മെയിൻറ്റെയിൻസ് എന്നതാണ് അല്ലേ. മെനി വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട് ട്രീസ് ഫ്ലോറിഷ് ഇൻ ഹിസ് ഓർച്ചാർഡ്. അപ്പോൾ ഇവിടെ വരുന്ന സബ്ജക്റ്റ് ഏതാ? മെനി വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട് ട്രീസ് അല്ലെങ്കിൽ ഫ്രൂട്ട് ട്രീസ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. വെർബ് വരുന്നത് എന്താ? ഫ്ലോറിഷ് എന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ്, ദീസ് ഇൻക്ലൂഡ് ബനാന, മാംഗോ, ജാക്ക് ഫ്രൂട്ട്, റംബുട്ടാൻ, ഗോവ, മാംഗോസ്റ്റീൻ ആൻഡ് സെവറൽ അതേഴ്സ്. ഇവിടെ ദീസ് ആണ് സബ്ജക്റ്റ് വരുന്നത്, ഇൻക്ലൂഡ് ആണ് വെർബ് വരിക. ടെന്നീസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ ഹെൽപ്പ് ഹിം മാനേജ് ദ ഓർച്ചാർഡ്. ഇവിടെ
സബ്ജക്റ്റ് വരുന്നത് ടെന്നീസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ. ദെൻ വെർബ് വരുന്നത് ഹെൽപ്പ്. ദ ബിലീവ് ദെൻ ദാറ്റ് പ്ലാന്റ്സ് നീഡ് ലവ് ആൻഡ് കെയർ അലോങ് വിത്ത് വാട്ടർ ആൻഡ് മാനുവർ ടു ഗ്രോ ആൻഡ് ബി ഫ്രൂട്ട്ഫുൾ. ദെൻ ഇവിടെ വരുന്നത് ദേ ആണ് സബ്ജക്റ്റ്. ദെൻ ബിലീവ് എന്നതാണ് വെർബ് വരുന്നത്. ദി എൻറ്റയർ ഫാമിലി എൻജോയ്സ് വർക്കിംഗ് ടുഗെദർ. ഇവിടെ ദി എൻറ്റയർ ഫാമിലി എന്നതാണ് സബ്ജക്റ്റ്. ദെൻ വെർബ് വരുന്നത് എൻജോയ്സ് ആണ്. Okay. B question. Read the following passage and fill in the blanks with the most suitable word choosing from the options given in brackets. ഇവിടെ താഴെ തന്നിരിക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട് അല്ലേ? അവിടെ ഫില്ല് ചെയ്യാനുള്ളിടത്ത് തന്നെ അതിന്റെ ഓപ്ഷനും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് നിങ്ങളോട് സെലക്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റോഡ് സേഫ്റ്റി എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. റോഡ് സേഫ്റ്റി ഡാഷ് എ മേജർ കൺസേൺ ഇൻ അവർ സൊസൈറ്റി. റോഡ് സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിലെ ഒരു മേജർ കൺസേൺ ആണെന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ റോഡ് സേഫ്റ്റി എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഈസ് ആണോ ആരാണോ യൂസ് ചെയ്യേണ്ടതെന്ന് എഴുതാനുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ റോഡ് സേഫ്റ്റി എന്ന് പറയുന്നത് എന്താ ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ അതെന്താ ഒരു സിംഗുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? സിംഗുലറിൻ്റെ കൂടെ നമ്മൾ ഈസ് ആണ് യൂസ് ചെയ്യുക. പ്ലൂരൽ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ആറ് യൂസ് ചെയ്യുക. റോഡ് ആക്സിഡൻറ്റ്സ് ഡാഷ് ഇൻക്രീസിങ് അറ്റ് ആൻഡ് അലാമിങ് റേറ്റ്. അപ്പോൾ ഇവിടെ റോഡ് ആക്സിഡൻസിനെ കുറിച്ച് അല്ലേ? റോഡ് അപകടങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു അപകടമല്ല, അപകടങ്ങളാണ്, ഒരുപാട് അപകടങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അതെന്താ? പ്ലൂരലാണ്. സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഈസ് അല്ല യൂസ് ചെയ്യുക, ആറ് വേണം യൂസ് ചെയ്യാൻ. ദെൻ ഈച്ച് ഇൻഡിവിജ്വൽ ഡാഷ് എ കീ റോൾ ഇൻ എൻഷുറിങ് ദ സേഫ്റ്റി ഓഫ് ദി റോഡ്സ്. ഇവിടെ ഈച്ച് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ എന്താ? ഓരോ വ്യക്തിയിലെ ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്ലേ കൊടുത്തിട്ടുണ്ട്, പ്ലേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് ഇൻഡിവിജ്വൽ എന്നത് ഒരു വ്യക്തി എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എസ് ഫോം വരുന്നത് അല്ലേ? പ്ലേസ് എന്ന് വേണം എഴുതാൻ. ദ ഇൻസ്റ്റാളേഷൻ ഓഫ് ട്രാഫിക് ലൈറ്റ്സ് ആൻഡ് സർവൈലൻസ് ക്യാമറാസ് ഹെൽപ്ഡ് ഇൻ ഇംപ്രൂവിങ് സേഫ്റ്റി ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻഡ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നമ്മൾ ട്രാഫിക് ലൈറ്റ്സിൻ്റെയും സർവൈലൻസ് ക്യാമറയുടെയും ഒക്കെ ഇൻസ്റ്റാളേഷന് അതിനെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ ഇവിടെ ക്യാമറയെക്കുറിച്ചോ ലൈറ്റുകളെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങളിവിടെ ക്യാമറാസ് ലൈറ്റ്സ് എന്നൊക്കെ കാണുമ്പോൾ അത് പ്ലൂരലാണെന്ന് വിചാരിച്ച് ഹാവ് എഴുതരുത്. ഇവിടെ ക്യാമറയുടെയും ലൈറ്റ്സിൻ്റെയും ഇൻസ്റ്റാളേഷനെയാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ്? സിംഗുലർ ആണ്, ഹാസ് വേണം യൂസ് ചെയ്യാൻ. ദെൻ ദ ടീം ഓഫ് ട്രാഫിക് ഒഫീഷ്യൽസ് വർക്കിംഗ് ടു എൻഫോഴ്സ് ട്രാഫിക് റൂൾസ്. ഇവിടെയും ട്രാഫിക് ഒഫീഷ്യൽസ് എന്ന് കാണുമ്പോൾ അത് പ്ലൂരലാന്ന് വിചാരിക്കരുത്. ഇവിടെ എന്താ? ട്രാഫിക് ഒഫീഷ്യൽസിൻ്റെ ആ ഒരു ടീമിനെ അല്ലേ? ഒരു ടീം എന്ന് പറയുമ്പോൾ എന്താ? ഒരു ഒറ്റ ടീമാണ്, അപ്പോൾ സിംഗുലർ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെയും ഈസ് വേണം യൂസ് ചെയ്യാൻ, ആറ് യൂസ് ചെയ്യരുത്. ദെൻ ബട്ട് മെനി ഡാഷ് ടു റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സേഫ്റ്റി ഹാബിറ്റ്സ് ലൈക്ക് വിയറിംഗ് സീറ്റ് ബെൽറ്റ്സ് ഓർ ഹെൽമെറ്റ്സ്. ഇവിടെ മെനി എന്ന് പറയുമ്പോൾ എന്താ? ഒരുപാട് പേരെന്നാണ് അല്ലേ? അപ്പോൾ ഒരുപാട് പേരെന്ന് പറയുമ്പോൾ പ്ലൂരലാണ്. സോ ഇവിടെ നമ്മൾ ഏത് യൂസ് ചെയ്യാം? ഫെയിൽ വേണം യൂസ് ചെയ്യാനും. ദോ എവ്രി വൺ ഡാഷ് ദ ഡേഞ്ചേഴ്സ് ഓഫ് റെക്ലെസ് ഡ്രൈവിംഗ്. ഇവിടെ എവ്രി വൺ എന്ന് വെച്ചാൽ ഓരോരുത്തരും. അപ്പോൾ ഇവിടെ എന്താ? സിംഗുലർ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ നോസ് വേണം യൂസ് ചെയ്യാൻ. ദെൻ സം ഡാഷ് ദം ആൻഡ് എൻഡേഞ്ചർ ദ ലിവ്സ് ഓഫ് അതേഴ്സ്. സം എന്ന് വെച്ചാൽ ചിലർ എന്ന് വെച്ചാൽ എന്താ? പ്ലൂരലാണ് അല്ലേ? അപ്പോൾ ഇവിടെ നെഗ്ലെക്റ്റ് വേണം യൂസ് ചെയ്യാൻ. ദെൻ വൺ ഓഫ് ദ മോസ്റ്റ് എഫക്റ്റീവ് വേസ് ടു റെഡ്യൂസ് ആക്സിഡൻറ്റ്സ് ഡാഷ് ബൈ എഡ്യൂക്കേറ്റിംഗ് പീപ്പിൾ അബൌട്ട് റോഡ് സേഫ്റ്റി പ്രാക്ടീസസ്. ഇവിടെയും ആക്സിഡൻസിനെ കുറിച്ചല്ല പറയുന്നത്. എന്താ? ആക്സിഡൻസ് കുറയ്ക്കാനുള്ള എഫക്റ്റീവായിട്ടുള്ള എന്താ ഒരു വഴി എന്ന് പറയുന്നത്, എഫക്റ്റീവായിട്ടുള്ള ഒരു വഴിയെക്കുറിച്ചാണ്. എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈസ് വേണം എഴുതാൻ. ദെൻ ഇൻഫാക്ട് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ഡ്രൈവേഴ്സ്. എന്താ? ഡ്രൈവേഴ്സിനെ കുറിച്ചല്ല, ഡ്രൈവേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? സോ നമ്മൾ ഇവിടെ ഈസ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, മനസ്സിലായല്ലോ? ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്ന് നോക്കിയിട്ട് വേണം ഫിൽ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി 1. Imagine the doctor recommended a course of activities to the narrator instead of giving the prescription. ആ പ്രിസ്ക്രിപ്ഷനിൽ എന്താ? മരുന്നുകൾ എഴുതി കൊടുക്കുന്നതിന് പകരം ഡോക്ടർ എന്ത് ചെയ്യാണ്? ഒരുപാട് ആക്ടിവിറ്റീസ് അദ്ദേഹത്തിന് റെക്കമെൻഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. വാട്ട് വുഡ് ബി ഹിസ് റെക്കമെൻഡേഷൻസ്? എന്തൊക്കെയായിരിക്കും അദ്ദേഹം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാവാം? റൈറ്റ് ദം ഡൗൺ ടു ഹാവ് ബീൻ ഗിവൺ. അവ എന്തൊക്കെയായിരിക്കും എന്ന് താഴെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 എണ്ണം തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്തൊക്കെയാ? ഐ ഹൈലി റെക്കമെൻഡഡ് യു ടു ഫോളോ എ ബാലൻസ്ഡ് ഡയറ്റ് ആൻഡ് ഡ്രിങ്ക് വാട്ടർ എവറി കപ്പിൾ ഓഫ് ഹവേഴ്സ്. ടെക്സ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടില്ല തന്നെയാണ് അല്ലേ? എന്താ? ആൻഡ്
ഐ ഹൈലി റെക്കമെൻഡ് യു, ഞാൻ നിനക്ക് റെക്കമെൻഡ് ചെയ്ത് തരുന്നു. എന്താ റെക്കമെൻഡ് ചെയ്യുന്നത്? ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റും അതുപോലെ എല്ലാ 2 മണിക്കൂർ ഇടവിട്ടും എന്ത് ചെയ്യണം, വെള്ളം നന്നായി കുടിക്കുകയും വേണം അല്ലേ. ദെൻ യു ഹാഡ് ബെറ്റർ ടേക്ക് എ ബ്രിസ്ക് ലോങ് വാക്ക് എവറി ഡേ. എല്ലാ ദിവസവും ഒരു ലോങ് വാക്ക് നടക്കുന്നത് ബെറ്റർ ആയിരിക്കും, നല്ലതായിരിക്കും എന്ന് പറയാനല്ലേ. ദെൻ നെക്സ്റ്റ് എന്തൊക്കെയാണ് നമുക്ക് പറയാം. ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ യു ടു ഗോ ടു ബെഡ് അറ്റ് 11 o'clock എവറി നൈറ്റ്. എല്ലാ ദിവസവും രാത്രി 11 മണിയാകുമ്പോഴേക്കും ഉറങ്ങുന്നത് നല്ലതായിരിക്കും എന്ന് പറയാണ്. ദെൻ നെക്സ്റ്റ് ഐ സ്ട്രോങ്ലി സജസ്റ്റ് ദാറ്റ് യു ടു അവോയ്ഡ് അൺനെസസറി മെൻ്റൽ പ്രഷർ. ആവശ്യമില്ലാത്ത മെൻ്റൽ പ്രഷറൊക്കെ ഒഴിവാക്കണം എന്നുള്ളത് ഞാൻ എന്നോട് സജസ്റ്റ് ചെയ്യുകയാണെന്ന് പറയാം അല്ലേ. ഇനി ദി എക്സ്പ്രഷൻസ് ഗിവൺ ബിലോ മേ ഹെൽപ്പ് യു ടു മേക്ക് റെക്കമെൻഡേഷൻസ്. യു മേ ആഡ് മോർ ടു ദി ലിസ്റ്റ്. നമ്മൾ ഇതുപോലെ റെക്കമെൻഡേഷൻസ് അല്ലേ, നമ്മൾ ഒരാളോട് ഒരു കാര്യം റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ട് അല്ലേ, അതാണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. ഐ ഹൈലി റെക്കമെൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യാം. ദെൻ അതുപോലെ യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ, ഉറപ്പായിട്ടും ഇങ്ങനെ ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പറയാം. ദെൻ ഐ ഏർജ് യു ടു കൺസിഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം അല്ലേ. ദെൻ ഇതുപോലെ വേറെ എന്തൊക്കെ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാം. ഇറ്റ്സ് എ ഗുഡ് ഐഡിയ ടു എന്ന് യൂസ് ചെയ്യാം. അതുപോലെ യു ഷുഡ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ യു ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ഇറ്റ് വുഡ് ബി വൈസ് ടു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് റെക്കമെൻഡേഷൻസ് പറയാം. ഇനി ആക്ടിവിറ്റി 2, ലെറ്റ്സ് അസ്യൂം ദാറ്റ് ദി നരേറ്റർ വിഷസ് ടു ഇൻട്രൊഡ്യൂസ് ഹിസ് ഡോക്ടർ ടു ഹിസ് ഫ്രണ്ട്സ്. ഹിയർ ആർ എ ഫ്യൂ സജഷൻ. നരേറ്റർ തൻ്റെ ഫ്രണ്ടായിട്ടുള്ള ആ ഡോക്ടറെ എന്ത് ചെയ്യാണ്, അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലെ, പരിചയപ്പെടുത്തി കൊടുക്കുകയെന്ന് വിചാരിക്കുക. ദെൻ ഇവിടെ കുറച്ച് സജഷൻസ് താഴെ തന്നിട്ടുണ്ട് അല്ലേ. ഇങ്ങനെയൊക്കെ നമുക്ക് ഒരാളെ മറ്റൊരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതിൻ്റെ മോഡൽസാണ് തന്നിട്ടുള്ളത്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് എ സ്പെഷ്യൽ ഫ്രണ്ട് ഹു ചേഞ്ച്ഡ് മൈ ആറ്റിറ്റ്യൂഡ് ടു ലൈഫ്. ജീവിതത്തോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നെ മാറ്റി തന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫ്രണ്ടിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എന്ന് പറയുകയാണല്ലേ. ദെൻ അതുപോലെ മൈ ഐ ഇൻട്രൊഡ്യൂസ് മൈ ഡിയർ ഫ്രണ്ട് ഹു ടോട്ട് മീ ഹൗ ടു ലിവ് എ ഹെൽത്തി ലൈഫ്. ഒരു ഹെൽത്തി ലൈഫ് എങ്ങനെ ജീവിക്കാം എന്ന് എനിക്ക് പഠിപ്പിച്ച് തന്ന എൻ്റെ ഫ്രണ്ടിനെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെയും എക്സ്പ്രഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മേ ഐ ഇൻട്രൊഡ്യൂസ് എന്നും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നൗ ഫിൽ ഇൻ ദ ഡയലോഗ് ബോക്സ്. ഈ ഡയലോഗ് ബോക്സ് ഫിൽ ചെയ്യാനാണ് പറയുന്നത്. ഹലോ ടീച്ചർ, വിൽ യു ഇൻട്രൊഡ്യൂസ് ദ ന്യൂ ഗേൾ ടു ദി ക്ലാസ്. ടീച്ചറോട് പറയാണ്, ക്ലാസ്സിലേക്ക് പുതിയ കുട്ടി വന്നിട്ടുണ്ട് അല്ലേ, അവളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ എന്നല്ലേ. അപ്പോൾ ടീച്ചർ ഓഫ് കോഴ്സ് ഡിയർ, തീർച്ചയായും എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ എങ്ങനെയായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക എന്ന് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടില്ലേ. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ടു യു എ ന്യൂ സ്റ്റുഡൻറ്, ദിസ് ഈസ് സ്നേഹ. കണ്ടല്ലോ. ദെൻ B question ആണ്. The expressions given below may be helpful when you introduce someone to others. You may add more such expression to the list. ഇതുപോലെ നമുക്കൊരാളെ മറ്റൊരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന എക്സ്പ്രഷൻസ് ആണ് താഴെ തന്നിട്ടുള്ളത്. അതിലേക്ക് കുറച്ചും കൂടി നിങ്ങളോട് ആഡ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ദിസ് ഈസ് മിസ്റ്റർ ഓർ മിസ്സിസ് അങ്ങനെ പറഞ്ഞ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാം. ദെൻ ഐ വുഡ് ലൈക്ക് യു ടു മീറ്റ് എന്ന് യൂസ് ചെയ്യാം. അതുപോലെ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്ലെഷർ ടു ഇൻട്രൊഡ്യൂസ് മിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ വേറെ എന്തൊക്കെ യൂസ് ചെയ്യാം? മേ ഐ ഇൻട്രൊഡ്യൂസ് യു ടു, അതുപോലെ മീറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഐ ആം ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഈ നെക്സ്റ്റ് വരുന്നത് ലെറ്റ്സ് ലിസൺ. നിങ്ങൾ കേൾക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. എന്ന് വെച്ചാൽ മലാല യൂസുഫ്സായി യുണൈറ്റഡ് നേഷൻസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് 12 ജൂലൈ 2013 മലാല യൂസുഫ്സായിൻ്റെ 16ാമത്തെ ബർത്ത്ഡേയുടെ അന്ന് നടത്തിയിട്ടുള്ള ഒരു സ്പീച്ച് ഉണ്ട്. അത് നിങ്ങളോട് കേൾക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിപ്പോൾ ഓൺലൈനിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണത്. സോ നിങ്ങളത് കേൾക്കുക. ഇനി ബി ക്വസ്റ്റ്യൻ വരുന്നതും അതുപോലെ തന്നെയാണ്. ഹൗ ഫാർ ഐ വിൽ ഗോ എന്ന് പറയുന്ന സോങ് നിങ്ങളോട് കേൾക്കാനാണ് പറയുന്നത്. എന്നിട്ട് അതിൽ വരുന്ന ലിറിക്സ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. കുറച്ച് ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ലൈൻസ് ഏതൊക്കെയാണ് നിങ്ങൾ കേട്ടിട്ട് ഇവിടെ എഴുതുക. നെക്സ്റ്റ് ഗെയിം സോൺ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ ഹിൻസ് ഗിവൺ. യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ഗ്ലോസറി. ഇവിടെ കണ്ടല്ലോ താഴെ തന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ സൈഡിൽ നമുക്ക് തന്നിരിക്കുന്നത് ചില വാക്കുകളുടെ അർത്ഥങ്ങളാണ്. അപ്പോൾ ഏത് വാക്കിൻ്റെ അർത്ഥമാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിന് നേരെ കൊടുത്തിട്ടുള്ള ആ ബോക്സിൽ എഴുതി ഫില്ല് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഗ്ലോസറി യൂസ് ചെയ്യാം. ഗ്ലോസറി എന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ തന്നെ നമുക്ക് വാക്കുകളും അതിൻ്റെ മീനിങ്സ് ഒക്കെ തന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ഈ
ഈ മീനിങ് വരുന്ന വേർഡ് ഏതാണെന്ന് കണ്ടുപിടിച്ച് ഇവിടെ എഴുതിയാൽ മതി, സിമ്പിളാണ്. ദെൻ പിക്ക് ഔട്ട് ദ ഹൈലൈറ്റഡ് ലെറ്റേഴ്സ് ആൻഡ് ഫിൽ ഇൻ ദ സ്ലോഗൻ ബോക്സ് ഗിവൺ ബിലോ. ദെൻ ഇവിടെ ചില കോളങ്ങളൊക്കെ, ചില ബോക്സുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഒരു യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. ആ കളറിൽ വരുന്ന വാക്കുകൾ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് എഴുതിയിട്ട് താഴെ തന്നിരിക്കുന്ന സ്ലോഗൻ ബോക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എഴുതാൻ പറ്റിയ ഒരു സ്ലോഗൻ കിട്ടും. ഓക്കെ, ദെൻ ക്രിയേറ്റ് സിമിലർ സ്ലോഗൻസ്. ദെൻ അതുപോലെ വരുന്ന സ്ലോഗൻസ് വേറെ തയ്യാറാക്കി അതിന് താഴെ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ മീനിങ് വരുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. ടു ഹിൻഡർ എന്ന് വെച്ചാൽ എന്താ, തടസ്സപ്പെടുത്തുക. ആ മീനിങ് വരുന്നത് അബാഷ് എന്ന് പറയുന്ന വേർഡാണ്. ദ നെക്സ്റ്റ്, ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഓഫ് ദി സ്മോൾ ഇൻഡസ്ട്രൈൻ. സ്മോൾ ഇൻഡസ്ട്രൈൻ ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷണൽ ഡിസീസാണ്, അതിൻ്റെ പേര് കോളറയാണ്. നെക്സ്റ്റ്, ലാക്കിംഗ് കറേജിലെ ധൈര്യക്കുറവ്, അത് വരുന്ന വേർഡ് കവാഡ്ലിയാണ്. കവാഡ്ലി എന്ന് വെച്ചാൽ എന്താ, ഭീരു. ദെൻ നെക്സ്റ്റ്, എ ലൈൻ ഓഫ് പീപ്പിൾ ഓർ വെഹിക്കിൾസ് മൂവിങ് സ്ലോലി. ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലൈൻ ഓഫ് പീപ്പിൾസ് അല്ലെങ്കിൽ വാഹനങ്ങൾ, അതിനെ നമ്മൾ എന്താ പറയുക, പ്രൊസിഷൻ എന്നാണ് പറയാം. എ ഫോം ഓഫ് ആർത്രൈറ്റിസ്, എന്താണ്, ഗൗട്ടാണ് വരുന്നത്. ദെൻ ദ റിയർ എൻട്രൻസ് ഓഫ് വെഹിക്കിൾസിന്റെ റിയർ എൻട്രൻസ്, അതിനെന്താ പറയുക, ടെയിൽ ബോർഡ് എന്ന് പറയാം. ദെൻ ലേസി എന്ന് വെച്ചാൽ മടിയൻ അല്ലേ, മടിയൻ മീനിങ് വരുന്നത് ഇൻറ്റോലൻ്റ് ആണ്. നെക്സ്റ്റ്, വീക്ക് ആൻഡ് ഫീബിൾ, അതേതാണ്, ടെക്രബിറ്റ് ആണ്. ദെൻ ഡിസ്പെൻസറി ഓഫ് മെഡിസിൻസ് അല്ലേ, മെഡിസിൻസിന്റെ ഡിസ്പെൻസറി എന്താ പറയുക, ഫാർമസി. ദെൻ ടു പ്രസ് വിത്ത് യുവർ പാം ആൻഡ് ഫിംഗേഴ്സ്, എന്താ, പാമും ഫിംഗേഴ്സും വെച്ച് പ്രസ് ചെയ്യുന്നതിന് സ്ക്വീസ് എന്ന് പറയും. ദെൻ നെക്സ്റ്റ്, വെരി സ്ട്രോങ് വിൻഡ് അല്ലേ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കാറ്റിന് നമ്മൾ ഗെയിൽ എന്ന് പറയും. ദെൻ നെക്സ്റ്റ്, ടു ടേക്ക് ബൈ ഫോഴ്സ് ആണ്, അതിൻ്റെ വേർഡ് വരുന്നത് സീസ് എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ എല്ലാ വേർഡ്സും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ള കോളത്തിൽ വരുന്ന വേർഡ്സ് മാത്രം എടുത്തെഴുതുക. അപ്പോൾ ഓരോന്നായിട്ട് കറക്റ്റായിട്ട് എടുത്ത് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും, യെസ്, സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു സ്ലോഗനാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതുപോലെ വരുന്ന സ്ലോഗൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്തൊക്കെ എഴുതാം നമുക്ക്, സേ നോ ടു ജങ്ക്, യെസ് ടു ഹെൽത്ത് എന്ന് എഴുതാം. ദെൻ അതുപോലെ സ്ക്രോൾ ലെസ്, ലിവ് മോർ. ദെൻ ഈറ്റ് ഹെൽത്തി, ലിവ് ലോങ്, ലിവ് സ്ട്രോങ്.